ഹലോ നമസ്കാരം, സൈലം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഔദ്യോഗിക ഭാഷകളെ കുറിച്ചാണ്. നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 17 ആർട്ടിക്കിൾ നമ്പർ 343 മുതൽ 351 വരെ ആർട്ടിക്കിളുകളും അതേപോലെ തന്നെ ഭരണഘടന 8ാമത്തെ പട്ടിക 8ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ഇതിനകത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് 8ാമത്തെ പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 26 ജാനുവരി 1950 നമ്മുടെ 8ാമത്തെ പട്ടികയിൽ ഔദ്യോഗിക ഭാഷകളായിട്ട് ഉൾക്കൊള്ളിച്ചിരുന്ന ഭാഷകളുടെ എണ്ണം 14 ഒരുപാട് വട്ടം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 8ാമത്തെ പട്ടികയിൽ എത്ര ഭാഷകൾ ഉണ്ടായിരുന്നു? ഉത്തരം 14. അതേസമയം ഇപ്പോൾ നിലവിൽ എത്ര ഭാഷകളാണ് 8ാമത്തെ പട്ടികയിൽ ഉള്ളത് എന്നത് PSC ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം 22. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ അവസാനമായിട്ട് ചേർത്ത 8 ഭാഷകൾ 15 മുതൽ 22 വരെയുള്ള 8 ഭാഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതെങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളത് ഒരു ചെറിയ കോഡിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ PSC ചോദിച്ച 1-2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 15ാമത്തെ ഭാഷയായിട്ട് 8ാമത്തെ പട്ടികയിലേക്ക് കൂട്ടിച്ചേർത്ത ഭാഷ ഏതാണ്? ഉത്തരം സിന്ധി ഭാഷയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ഭാഷ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാതൊന്നും നമുക്ക് കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് ഭരണഘടനയിൽ വരുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം? ഒരു ഭേദഗതി നിയമം നമുക്ക് വേണം, അല്ലേ? അപ്പോൾ ഈ 15ാമത്തെ ഭാഷ കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ സിന്ധി ഭാഷ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം 21ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. വർഷം 1967. അപ്പോൾ നമ്മൾ 15ാമത്തെ ഭാഷയായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത ഭാഷ ഏതെന്നാണ് നമ്മൾ പറഞ്ഞത്? സിന്ധി ഭാഷയാണ് എന്ന് പറഞ്ഞു. ഭേദഗതി നമ്മൾ പറഞ്ഞു 21ാമത്തെ ഭരണഘടനാ ഭേദഗതി വർഷം 1967. അതിനുശേഷം 3 ഭാഷകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. 16 മുതൽ 18 വരെ ഉള്ളതാണ്. ഏതൊക്കെയാണത്? ഒന്നാമത്തെ ഭാഷയാണ് നമ്മുടെ കൊങ്ങിണി, പിന്നെ നമുക്ക് മണിപ്പൂരി ഭാഷയാണ്, പിന്നെ നമുക്ക് വരുന്നത് അതിനുശേഷം ആ കൂട്ടത്തിലുള്ള 3ാമത്തെ ഭാഷയാണ് നമ്മുടെ നേപ്പാളി ഭാഷ. കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി. അതിനും ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരുന്നു. അത് എന്ന് പറയുന്നത് നമുക്ക് 71ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. വർഷം 1992. അതിനുശേഷം നമ്മൾ 4 ഭാഷകളെ കൂട്ടിച്ചേർക്കുന്നു. 19 മുതൽ 22 വരെയാണ്. അതിൽ ഒരു ഭാഷയാണ് ബോഡോ ഭാഷ, പിന്നെ വരുന്ന ഭാഷയാണ് ദോഗ്രി ഭാഷ, പിന്നെ നമുക്ക് മൈഥിലി ഭാഷ വരുന്നു, മൈഥിലി ഭാഷ, പിന്നെ നമുക്ക് സംതാലി ഭാഷ വരുന്നു, സംതാലി. അതിനും നമുക്കൊരു ഭരണഘടനാ ഭേദഗതി ഉണ്ട്. അതെന്ന് പറയുന്നത് 92ാം ഭരണഘടനാ ഭേദഗതിയാണ്. വർഷം 2003. 92ാം ഭരണഘടനാ ഭേദഗതി 2003. ഓക്കെ, ഇനി ഈ ഭാഷകൾ, ഈ 8 ഭാഷകൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടി ചെറിയൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നോക്കേ, നമ്മൾ പറഞ്ഞു 15ാമത്തെ ഭാഷയായിട്ട് സിന്ധി ഭാഷ, 21 ഭേദഗതി 1967, അല്ലേ? ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന കോഡ് ഇതായിരുന്നു. 15 വയസ്സുള്ള സിന്ധി പശുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? 15 വയസ്സുള്ള സിന്ധി പശുവിനെ 21 രൂപ കൊടുത്ത് 1967 വാങ്ങിച്ചു. 15 വയസ്സുള്ള സിന്ധി പശുവിനെ 21 രൂപ കൊടുത്ത് 1967 വാങ്ങിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നോക്കണേ, അടുത്ത ഭാഷകളാണ് നമ്മൾ 16 മുതൽ 18 വരെയുള്ള ഭാഷകൾ നമ്മൾ ഏതാണെന്നാ പറഞ്ഞത്? കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളിയാണ്, അല്ലേ? ഈ ഭാഷകളെല്ലാം ആദ്യത്തെ 2 അക്ഷരം ഒന്ന് എടുത്ത്, ആദ്യത്തെ 2 അക്ഷരം കൊങ്ങിണിയുടെ KO എടുക്കുന്നു, മണിപ്പൂരിയുടെ MA എടുക്കുന്നു, നേപ്പാളിയുടെ NE എടുക്കുന്നു. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് ഒരു വാക്കായിട്ട് നമുക്ക് കൊമാനെ എന്ന് പറഞ്ഞല്ലോ. കൊമാനെ, കൊമ്പുള്ളമാനെ, കൊമാനെ, കൊമ്പുള്ളമാനെ, കൊമാനെ, അങ്ങനെ ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അത് നമുക്ക് എന്ത് വേണം? ഭേദഗതി നമുക്ക് വേണം, അല്ലേ? നമ്മൾ തൊട്ടു മുമ്പുള്ള സിന്ധി ഭാഷയുടെ ഭേദഗതി നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? 21ാം ഭേദഗതി 1967, അല്ലേ? ഈ 1967 ആദ്യത്തെ അവസാനത്തെ സംഖ്യകൾ നോക്കിക്കണേ, 1ഉം 7ഉം. അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുകയാണ്. ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് ഏത് കിട്ടും? 71 കിട്ടത്തില്ലേ? ഓക്കെ, 71 കിട്ടി. 71ാം ഭേദഗതി. ഇനി നമുക്ക് എന്ത് വേണം? അതിന്റെ വർഷം വേണം. ഈ 21ഉം 71 ഒന്ന് കൂട്ടിക്കേ, എത്ര വരും? 21 71 കിട്ടുമ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ നമുക്ക് 92 നമുക്ക് വരുന്നത്. 92 1992.
ഇനി അടുത്ത 4 ഭാഷകൾ 19 മുതൽ 22 വരെയുള്ള 4 ഭാഷകൾ നമുക്കറിയാം. മാത്സിലാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ബോർഡ് മാസ് ആണല്ലേ. ബോർഡ് മാസ്. ബി എന്ന് പറയുമ്പോൾ ബോഡോ, ഡി എന്ന് പറയുമ്പോൾ ദോഗ്രി, എം എ മൈഥിലി, എസ് സന്താലി അല്ലേ. ബോർഡ് മാസം ഓർത്തിരുന്നാൽ മതി. ബോഡോ, ദോഗ്രി, മൈഥിലി, സന്താലി. ഇനി ഇതിന്റെ നമുക്ക് എന്ത് വേണം? ഭേദഗതി നമുക്ക് വേണം. വീണ്ടും ഈ 21ഉം 71ഉം ഒന്ന് കൂട്ടുക, നമുക്ക് ഏത് വരും? 92 വരും. 92ാം ഭേദഗതിയാണ്. ഇനി നമുക്ക് വർഷം വേണം. നമുക്കറിയാം 2 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാണ്? 3 ആണ് എന്ന് നമുക്കറിയാം. 3ന് നമുക്ക് 03 എന്ന് എഴുതാം. 03 2003 അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ 15ാമത്തെ ഭാഷയായിട്ട് സിന്ധി ഭാഷ 21ാം ഭേദഗതി 1967. കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി ചേർത്തു 71ാം ഭേദഗതി 92ലൂടെ. ബോഡോ, ദോഗ്രി, മൈഥിലി നമ്മൾ ചേർത്തു 92ാം ഭേദഗതി 2003ലൂടെ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഈ ഭാഷകളൊക്കെ എന്നാണ് പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളതോട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു സിന്ധി ഭാഷയാണ്. സിന്ധി ഭാഷ 21ാം ഭേദഗതി 1967ലൂടെ കൂട്ടിച്ചേർത്തത്. പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 10/4/1967 പ്രാബല്യത്തിൽ വന്നത്. സിന്ധി ഭാഷ പ്രാബല്യത്തിൽ വന്നത് 10/4/1967. അതിനുശേഷം നമ്മുടെ കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ 3 ഭാഷകൾ പ്രാബല്യത്തിൽ വന്നത് 31/8/1992. അതിനുശേഷം ബോഡോ, ദോഗ്രി, മൈഥിലി, സംതാലി എന്നീ 4 ഭാഷകൾ പ്രാബല്യത്തിൽ വന്നത് 7/1/2004 7/1/2004. മറന്നുപോകരുത്. പരീക്ഷയ്ക്ക് ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എന്റെ ചോദ്യം ഇതാണ്: നമ്മുടെ ഇന്ത്യയുടെ കറൻസി നോട്ട് ഉണ്ടല്ലോ, ആ കറൻസി നോട്ടിൽ എത്ര ഭാഷകളാണ് പറഞ്ഞിട്ടുള്ളത്? ആ ഭാഷകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു.